അനുദപിക്കത്തേ ഉള്ളൂ. എപ്പോഴും പറയും ഞാൻ പാപി, ഞാൻ പാപി, ഞാൻ പാപി, ഞാൻ പാപി. അനുദപിക്കുന്നതല്ലാതെ തിരിയത്തില്ല. അങ്ങനെ അനുദപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കൂട്ടായ്മയും കൂട്ടവും ഒക്കെ ഉണ്ട്. വിവരിക്കാൻ നിവൃത്തിയില്ലല്ലോ, എങ്കിലും ഞാൻ അങ്ങ് പറയുക. പണ്ട് ഒരു ദൈവദാസൻ, പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പുഞ്ചമൺ മാമനുപദേശി എന്നും പറഞ്ഞ ഒരു വലിയ ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉണർവ് കാലത്ത് അദ്ദേഹത്തെ ക്ഷണിച്ച ഒരു യോഗത്തിൽ പ്രസംഗിക്കാനായി ഈ ദൈവദാസൻ കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താളമേളങ്ങളോടുകൂടെ നല്ല പാട്ടാ, നല്ല ഉണർവ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് ഇതുപോലത്തെ സാമഗ്രികളൊന്നുമില്ല. അന്ന് ട്രമ്മ്, സൈട്രമ്, ടാമറിന്, പിന്നെ ചിഞ്ചില്, പിന്നെ അത് കഴിഞ്ഞ് ഈ ചിരട്ടയുടെ മുകളിലൂടെ മുത്തുകോർത്ത് ഉരുട്ടുന്ന പരിപാടി, സ്റ്റേഷനിലെ അല്ല, ഉരുട്ടുന്ന ഒരു പരിപാടി. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വളരെ ഉണർവോടുകൂടെ പാടുക. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നവരെ ഉപദേശി നോക്കിയപ്പോൾ ഉപദേശി അത്ഭുതപ്പെട്ടു. എന്താ കാര്യമെന്നറിയാമോ? യാതൊരു മാനസാന്തരവും വരാതെ പാപിയാണ്, രക്ഷിക്കണമേ, പാപിയാണ്, കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാപത്തിൽ ജീവിക്കുന്നവരുടെ ഈ ഉണർവ് ഗാനങ്ങളെല്ലാം കേട്ടപ്പോൾ ഉപദേശിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹം വചന ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയും ഒരു വാചകം ദൈവത്തോട് പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കർത്താവേ, നീ ഇപ്പം വന്നാൽ ഇതിൽ 10 എണ്ണത്തെ കൊണ്ടുപോകാം. ആശീർവാദം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ ഇതിൽ ഒരെണ്ണത്തെ നിനക്ക് കിട്ടത്തില്ല. ഇന്ന് രാത്രി മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള കൂട്ടങ്ങളും കൂട്ടായ്മകളുമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ കാലങ്ങളിൽ വേരുപിടിച്ചു വരുന്നത്. എന്നാൽ മാനസാന്തരമെന്ന് പറയുന്നത് അതല്ല. ഒന്ന് പാപത്തെക്കുറിച്ച് അനുദപിക്കുക, ദൈവത്തിങ്കലേക്ക് തിരിയുക. ഞാന് വേറെയൊരു ഉദാഹരണം കൂടെ പറയാ. കൃത്യസമയത്ത് ബ്രേക്കിൽ കാല് ചവിട്ടി നിർത്തും. ഇന്നത്തെ പോലെ വളരെയധികം ബസ്സുകളില്ലാതിരുന്ന സമയത്ത്, എന്റെ നാട് നിങ്ങൾക്കറിയാം, പലവട്ടം പറഞ്ഞതാ, ആലപ്പുഴ ജില്ലയിൽ തലവടിയിലാണ്. അവിടെയെല്ലാം വള്ളവും വെള്ളവും ബോട്ടുമൊക്കെയുള്ള ഒരു കാലഘട്ടം. ബസ്സില്ല. ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴ കച്ചവടത്തിനായി ആലപ്പുഴയിലേക്ക് ഒരു വള്ളം നിറയെ കൊപ്രയുമായി 2 വ്യക്തികൾ പോവുകയാണ്. ആദ്യം വലിയ കഴുക്കോലെടുത്ത്, ഇതൊക്കെ പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാകില്ല എന്തോന്നായി കഴുക്കോല, അതെന്നാ കോല, ഏതേലും കോലായിക്കൊള്ളട്ടെ. ഈ കഴുക്കോലെടുത്ത് തലയ്ക്കലും പിൻപിലും നിന്നുകൊണ്ട് ആൾക്കാർ ഊന്നി മുൻപോട്ട് പോവുകയാണ്. ഒടുവിൽ ഈ കഴുക്കോലിന് നിലയില്ലാതെ വന്നപ്പോൾ നീളമുള്ള തുഴയെടുത്ത് 2 പേരും അങ്ങേ തലയ്ക്കലും ഇങ്ങേ തലയ്ക്കലും നിന്ന് ആഞ്ഞാഞ്ഞു തുഴയുക ആലപ്പുഴ കടവിനെ ലക്ഷ്യമാക്കി. അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ശരീരത്തിന് അല്പം ക്ഷീണം മാറാൻ എന്താണ് മാർഗം? പുഴയരികത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഷെഡ്. ഇന്ന് ഷെഡല്ല, ഇന്ന് 1ാം തരം ടെറസ് ബിൽഡിംഗ്. അന്ന് ഷെഡായിരുന്നു. അവിടെ ഒരു റാന്തൽ വിളക്കും കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവരൊരു ബോർഡ് കണ്ടു, കള്ളെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അതിലേക്കൊന്ന് അടുപ്പിച്ചു, കയറുകൊണ്ട് കെട്ടി അകത്ത് കയറി വേണ്ടുപോലോ കുടിച്ചു. ക്ഷീണമൊക്കെ മാറി ഇങ്ങോട്ട് 2 പേരും കൂടി ഉഷാറായിട്ട് ഇറങ്ങി വന്ന് അങ്ങേ തലയ്ക്കലും ഇങ്ങേ തലയ്ക്കലും ഇരുന്നു കൊണ്ട് ആഞ്ഞാഞ്ഞു തുഴയാൻ തുടങ്ങി. അങ്ങനെ തുഴഞ്ഞ് നേരം പരിപരാന്ന് വെളുത്തു കഴിഞ്ഞപ്പോൾ ചുറ്റുവട്ടത്ത് നോക്കിയപ്പോൾ വള്ളം 1 ഇഞ്ച് മുന്നോട്ട് പോയില്ല. എന്താ കാര്യമെന്നറിയാമോ? തലയിലെ കെട്ടു നിമിത്തം വള്ളത്തിന്റെ കെട്ടഴിക്കാൻ അവർക്ക് സാധിച്ചില്ല. കെട്ടിയിട്ടുകൊണ്ടാണ് തുഴഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുന്നവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഈ കുമ്പനാടും പരിസരത്തുമുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനും ഇത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കെട്ടിയിട്ടുകൊണ്ട് തുഴയുന്ന പലരുമുണ്ട്. ഞാൻ പാപിയാണെന്ന് അനുദപിക്കുന്നതല്ലാതെ കെട്ടടിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് പലർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള കെട്ടുകൾ അഴിയട്ടെ, അങ്ങനെയുള്ള കുരുക്കുകൾ അഴിയട്ടെ, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ദൈവത്തിങ്കിലേക്ക് ഈ ദിവസങ്ങളിൽ കൂട്ടമായി ജനം കടന്നു വരട്ടെ. അവരെ ദൈവം കണ്ടെത്തുവാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. അവൻ കണ്ടെത്തുന്ന ഇടയനാണ്. ഇനിയും സമയം കിടക്കുക. 4ാമത് ഈ ഇടയന്റെ പ്രത്യേകത ചുമക്കുന്ന ഇടയനാണ്. എങ്ങനെ അറിയാം? 6ാം വാക്യം നോക്കി. കണ്ടുകിട്ടിയ സന്തോഷിച്ച് ചുമലിൽ എടുത്ത്
ചുമലിലെടുത്ത്. ഈ ഇടയന്റെ നാലാമത്തെ പ്രത്യേകത ചുമക്കുന്ന ഇടയനാണ്. ഞാന് ആരെയും അങ്ങനെ ഒന്നും മുറിവേൽപ്പിക്കുന്ന ഒരാളല്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയുക, ഇന്ന് നേരെ തിരിച്ച. ഇന്ന് പല ഇടയന്മാരെയും ആടുകൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് വരുമ്പം ഈ ഇടയനെ ആടുകൾ ചുമക്കുകയല്ല, ആടുകളെ ഈ ഇടയൻ ചുമക്കുകയാ ചെയ്യുന്നത്. ഇത് ചുമക്കുന്ന ഇടയനാ. കണ്ടു കിട്ടിയവരെ എല്ലാം ആ തോളിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒന്ന് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മഞ്ഞയും അതുപോലെ മെറൂണോ എന്തോ ആയിക്കോട്ടെ, ക്രീമും ചുവപ്പും ഒക്കെയുള്ള കസേരകളിൽ ഇരുന്ന് ഈ വചനത്തിന്റെ മുൻപിൽ അങ്ങ് സന്തോഷിക്കുക. പക്ഷേ കുമ്പനാട്ടിലെ വിശാലമായ പന്തലിൽ ഓരോരോ കസേരകളിൽ യേശുവിനാൽ കണ്ടെത്തപ്പെട്ട ദൈവജനം ഇരിക്കുമ്പോൾ ഒരു വസ്തുത ഇന്ന് രാത്രിയിൽ ഓർക്കണം. നാം അവന്റെ ചുമലിലും കൂടിയാണ് ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നത്. ഓ, അതെത്ര ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നാം അവന്റെ ചുമലിലാണ്. ചുമലിൽ ഈ ചുമലിൽ ഇരുന്നാലുള്ള ഗുണമെന്താ? 2 ഗുണമുണ്ട്. അതും വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഗുണം, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. നമ്മുടെ തമ്പുരാൻ കർത്താവേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, വിചാരപ്പെടരുത്. എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആടുകളെ ഇടയന്റെ തോളിൽ ഇരുന്ന് അങ്ങ് വിചാരപ്പെടുകയാ. തൊഴുത്തിൽ വളർത്തുന്ന ആട് ഒരു ദിവസം വൈകുന്നേരം നോക്കിയപ്പോഴേ 4 കാലാണല്ലോ ഉള്ളത്. ഫ്രണ്ടിലെ ഒരു കാല് താടിയേലോട്ടും വെച്ചുകൊണ്ട് അതിരിക്കുക. നാളെ എന്നാ തിന്നും? ആടത് വിചാരിക്കണ്ട, അതിന് തിന്നാൻ കൊടുക്കാൻ ഒരു ഇടയനുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയട്ടെ. നടുകയോ നനയ്ക്കുകയോ ചെയ്യില്ലാത്ത താമരയെയും ആകാശത്തൂടെ പറക്കുന്ന പറവകളെയും പോറ്റി പുലർത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കുമ്പനാട് കൺവെൻഷൻ പന്തലിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മെ എത്രമാത്രം പുലർത്തുന്ന ഒരു ഇടയനാണ് ഈ ഇടയൻ. അവന്റെ ചുമലിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. നേരം രാത്രിയായ കിടക്കയില്ല, ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും. ചില സഹോദരിമാര് നിസ്സാര കാര്യം മതി മൂളിക്കൊണ്ടിരിക്കും. എന്നാൽ ഇപ്പറേ ഭർത്താക്കന്മാര് കിടന്നാൽ അവർ ഊർക്കം വലിച്ചുറങ്ങും. അവരെ ഉണർത്തുമോ? അവരെ ഉറക്കുമോ? അവരെ ഇങ്ങനെ എറ്റുക. മനുഷ്യനെ, നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾക്കിങ്ങനെ വിചാരമില്ലയോ? നമ്മളും ഉറങ്ങത്തില്ല, കൂടെ ഉള്ളവനെയും ഉറക്കത്തില്ല. പിന്നെ ഇതിന്റെ ഒരു ഗുണമുണ്ട്. നേരം വെളുക്കുമ്പോൾ നല്ലൊരു പാട്ട് പാടും. എന്താ പാടുന്നത്? നെടുവീർപ്പിട്ടു കരഞ്ഞിടുന്നു പല മർത്യരി സമയേ, അടിയേനുള്ളിൽ കുതുകം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. നെടുവീർപ്പിട്ട് പലരും കരയുന്നു. ഞാൻ അങ്ങനല്ലെന്ന്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതായി ഈ പാട്ട് പാടുന്നത്. ഇന്ന് രാത്രി മനസ്സിലായോ? വിചാരപ്പെടണ്ട. എന്റെ യേശു, നമ്മുടെ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തിൽ 1 മുഴ കൂട്ടുവാനോ 1 മുഴ കുറയ്ക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിചാരപ്പെടാം. രാത്രി കിടന്നപ്പോൾ 4 അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ. വരുന്ന കല്യാണമെല്ലാം മാറിപ്പോവുക. അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു, എന്ന നീളം വെപ്പിച്ചേക്കാം. രാത്രി മുഴുവൻ അങ്ങ് വിചാരപ്പെട്ടു. 4 അടിക്കാരി. നേരം വെളുത്തപ്പോൾ 5.5 അടിയായി. സ്തോത്രം. ഇനിയും കല്യാണം നടക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ വിചാരപ്പെടാം. എന്നാൽ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നീളത്തിൽ 1 മുഴ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങളെ കൊണ്ട് കഴിയയില്ല. പിന്നെ എന്തിനാണ് ഈ കണ്ണു കുഴിപ്പിക്കുന്നത്? എന്തിനാ ഈ കവിളൊട്ടിക്കുന്നത്? എന്തിനാ ക്ഷീണിക്കുന്നത്? നാം എന്താ വായിക്കുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഞാൻ ചിലപ്പോ ഓർക്കുമേ, പുസ്തകം അടയ്ക്കാൻ പോവുക, ഞാൻ ചിലപ്പോ ഓർക്കുമേ, എന്തെല്ലാം ഭാരങ്ങളാ അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പൊ ചെന്നാലുടൻ തുടങ്ങും ഓരോരുത്തര് ഓരോ ആവശ്യങ്ങൾ അങ്ങോട്ട് അറിയിക്കുക. രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് അറിയിക്കുന്നവര്, 4 മണിക്ക് എഴുന്നേറ്റ് അറിയിക്കുന്നവര്, 5 മണിക്ക് എഴുന്നേറ്റ് അറിയിക്കുന്നവര്. അതേതെല്ലാം വിഷയങ്ങളാ? രോഗമായി, പട്ടിണിയായി, മക്കളുടെ കാര്യമായി, അങ്ങനെ പലതും അങ്ങോട്ട് അറിയിക്കുകയാ. കർത്താവ് എന്നാ പറയും? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ്.
രോഗവിവരമൊക്കെ വാങ്ങിക്കുന്ന സമയം രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയം. അപ്പോൾ അപേക്ഷിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. പകലും രാത്രിയും വെളുപ്പാങ്കാലത്തും ഏതെല്ലാം സങ്കടങ്ങൾ അവിടുത്തെ ക്രിസ്തുഭക്തന്മാര് നിറകണ്ണുകളോടുകൂടി അറിയിക്കുമ്പോൾ ആ ഭാരങ്ങളെല്ലാം അവനങ്ങ് ഏറ്റെടുക്കുകയാ. എത്ര സന്തോഷമില്ലേ? മുഖമൊക്കെ ഒന്ന് സന്തോഷിച്ചാട്ടെ. യേശുവിനല്ലാതെ ആർക്കിത് പറ്റും കർത്താവാകാൻ? നിർത്തുക. ഇനി പുസ്തകം മടക്കിയില്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി വേണ്ട. ഒരിക്കല് ഞാനൊരു പാരമ്പര്യ കഥ കേട്ടിട്ടുണ്ട്. ബൈബിളിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ പാരമ്പര്യ കഥ ഇതാ: എവിടെ ചെന്നാലും യേശുവിനാ സ്ഥാനം, ഏത് വീട്ടിൽ ചെന്നാലും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തിയാട്ടക്കാരനായ പത്രോസിനൊരു തോന്നല്, എനിക്ക് അല്പനേരത്തേക്കൊന്ന് കർത്താവാകണം. അവൻ ഒരു ദിവസം യേശുവിനോട് ചെന്ന് പറഞ്ഞു, എന്റെ കർത്താവ്, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നാ പത്രോസ്? എനിക്ക് അല്പനേരത്തേക്ക് എന്നെ ഒന്ന് കർത്താവാക്കണം. കർത്താവ് ആരെയും നിരാശപ്പെടുത്തുന്നവനല്ല. കർത്താവ് പറഞ്ഞു, പത്രോസേ, സമയമാകട്ടെ, ഞാൻ നിന്നെ കർത്താവാക്കാം. ഓരോരോ സന്ദർഭം വരുമ്പോൾ പത്രോസ് വിചാരിക്കും, ഇപ്പോഴെന്നെ ആക്കിയേക്കും. പക്ഷെ അപ്പോഴൊന്നും ആക്കിയില്ല. ഒരു ദിവസം കർത്താവും ശിഷ്യഗണവും കൂടെ കണ്ടത്തിന്റെ വരമ്പേ കൂടെ യാത്ര ചെയ്യാം. അങ്ങനെ കണ്ടത്തിന്റെ വരമ്പേ കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ചെറുക്കനെ ഇഷ്ടംപോലെ താറാവിനെ തീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിൽ ഒരു വടിയുമുണ്ട്. ഇവൻ ആ വടി അവിടെ ചാരി വെച്ചിട്ട് നടന്നിങ്ങോട്ട് വരിക. യേശു അവനോട് ചോദിച്ചു, എടാ കുഞ്ഞ, നീ എവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാ. ഈ താറാവ് ആരുടേതാ? അത് എന്റെ താറാവാ. എടാ, നീ ഇതിനെ ഇട്ടേച്ചു വീട്ടിൽ പോയാൽ ഇത് പിന്നെ ആര് നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അത് കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കർത്താവ് പതുക്കെ പത്രോസിനെ ഒന്ന് നോക്കി. ഇവൻ കുറെ നാളായി കർത്താവാകാൻ ആഗ്രഹിച്ചിരിക്കുക. ഈ വടിയെടുത്ത് പത്രോസിന്റെ കയ്യിലേക്ക് കൊടുത്തു. പത്രോസെ, ആ ചെറുക്കൻ പറഞ്ഞത് കേട്ടില്ലേ? അത് കർത്താവ് നോക്കിക്കോളൂ വന്ന്. നീ കുറെ നാളായി കർത്താവാകാൻ